മോശമല്ലേ ചെയ്തിട്ടില്ലെങ്കിൽ, പക്ഷെ നാളെ ചോദിക്കൂലേ എന്നുള്ള അർത്ഥത്തിൽ ചെയ്യുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. ശരിയല്ലേ? സൗദിയിലെന്ന് തോന്നുന്നു ഒരു കേസ് നടക്കുക. ജ്യേഷ്ഠനും അനുജനുമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ജ്യേഷ്ഠൻ അനുജനും, അനുജൻ ജ്യേഷ്ഠനും. എന്താ കേസ് എന്നറിയാം? കേസ് ഇതാണ്: എന്റെ ഉമ്മയെ നോക്കാനുള്ള അധികാരം എനിക്ക് നൽകണമെന്നാണ് മോൻ പറയുന്നത്. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞല്ല, എനിക്ക് വേണം. അവസാന കാലം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിക്കണം. അത് ഇഷ്ടം കൊണ്ടാണ്. സ്നേഹം ആ നിയത്ത് പോസിറ്റീവ് അല്ല. പകരം നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ താല്പര്യത്തിൽ ഇതുകൊണ്ട് എനിക്ക് നാളെ അള്ളാഹു പ്രതിഫലം വെക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരാളുടെ അസുഖം ഭേദമാകും, അല്ലെങ്കിൽ പ്രയാസം മാറും. സ്വതക്കയാണ്. ഒരു നല്ല വാക്ക് സ്വതക്കയാണ്. എല്ലാവരും ഇഷ്ടംപോലെ പൈസ ഉള്ള ഒരാൾ കുറെ കൊടുക്കുന്നു, തീരെ ഇല്ലാത്തൊരു കുറച്ച് കൊടുക്കുന്നു. അള്ളാഹുവിന്റെ അടുത്ത് ആ എമൗണ്ട് അല്ല ഒരാൾ കൊടുക്കുമ്പോൾ, അതാണ് അവിടെ നീതി എന്ന് പറയുന്നത്. ഒരാൾ 1 കോടി രൂപ കൊടുത്തു, അതേ പ്രതിഫലമായിരിക്കും ചിലപ്പോ ഇപ്പുറത്ത് ഒന്നും ഇല്ലാത്ത 1 രൂപ കൊടുത്താൽ. കാരണം അവിടെ നോട്ടം നമ്മുടെ ഹൃദയത്തിലാണ് എന്ന്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷയാണ്, എല്ലാ ഇടങ്ങളിലും പ്രതീക്ഷയാണ്. അപ്പൊ ഇസ്ലാം ശരിക്കും പറയണേ, ഇസ്ലാമിന്റെ സൈക്കോളജി മനസ്സിലാവാന് ശരിക്കും പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നിങ്ങളുടെ കൈ ഒരു ടേബിളിൽ തട്ടി. അപ്പൊ എന്താ പറയേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. ഒരു ടേബിളിൽ തട്ടി. അപ്പൊ എന്താണ്? ആരാ ടേബിൾ ഇവിടെ കൊണ്ടാച്ചേ എന്നാണോ? എന്നാണ് പറയണ്ടേ? അൽഹംദുലില്ലാ. ആ ഉടനെ വരുന്ന അൽഹംദുലില്ലാ എന്താ സംഭവിക്കുന്നതിന്റെ സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കൈ തട്ടുമ്പോ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ആ എന്താ പറയാ, എൻഡോർഫിൻ നടന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. വേദന കുറയും. അറ്റ് ദാറ്റ് മൊമെന്റിൽ നമ്മുടെ വേദന കുറയും. അറ്റ് ദാറ്റ് മൊമെന്റ്. കാരണം ഇതിന് നമ്മൾ നിസാരവൽക്കരിച്ചു. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാ, വേറെ വലുതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആ ഒരു ഫീലിംഗ് വരുമ്പോഴൊക്കെ നമ്മൾ വേദന കുറഞ്ഞു. നമുക്ക് വേദന കുറയല്ലേ വേണ്ടത്? നമ്മൾ കറക്റ്റ്, നമ്മൾ ശരിയല്ലേ? എന്നിട്ടോ അൽഹംദുലില്ലാ പോയപ്പോരാ. പിന്നെ ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത് എന്താ? ആ ടാബിളിനെ അടുത്ത ആള് വരുമ്പോഴും തട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അത് മാറ്റണം. അതെ, പോസിറ്റീവ് സ്ട്രോക്ക്, അത് മാറ്റണം. അവിടെ അതും പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. മനസ്സിലാവണ്ട? അത് മാറ്റണം. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പാഠം പഠിക്കണം. ഒരു ഒമ്മിന്റെ ഒരു മാളത്തിൽ നിന്നും 2 തവണ പാമ്പ് കടിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. എന്താ? പഠിക്കാൻ പാടില്ല എന്നാ പഠിച്ചോ പറയുന്നേ. അതിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് ആലോചിച്ചോക്ക്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾക്ക് ഒരു അപാകത സംഭവിച്ചാൽ വീണ്ടും അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ അവെയർ ആയിരിക്കണം എന്ന് പറയുക. എല്ലാം പോട്ടെ, നമ്മൾ കിടക്കാൻ പോകുമ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ വിരിപ്പ് മുട്ടി വിരിക്കണം, അല്ലെ? അതൊക്കെ പൊടിപടലങ്ങൾ മാറ്റണം. അതിലെന്തെങ്കിലും സൂക്ഷ്മജീവികളോ മറ്റെന്തെങ്കിലും കടിക്കാൻ പാകായതിൽ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഇതൊക്കെ നിങ്ങൾ നമുക്ക് വേണ്ടിയാ ചെയ്യുന്നത്. അതിന് കൂലിയാ. നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോ ആ വിരിപ്പ് ഒന്നിങ്ങനെ മുട്ടി വിരിക്കുമ്പോ നമുക്ക് കൂലി കിട്ടുക. അതിലെന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കുമ്പോ നമുക്ക് കൂലി കിട്ടുക. അത് കിട്ടുമ്പോ ആ മനസ്സിൽ എന്ത് വേണം? ഇതൊക്കെ നബിയുടെ സുന്നത്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ് എന്നൊരു ഫീൽ ഉണ്ടാകുമ്പോ. എന്നിട്ട് കിടക്കാൻ പോകുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ കണ്ടിട്ടാണ് കിടക്കാൻ പോകുന്നത്, അല്ലെ? പക്ഷെ അവിടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയും ഒരു പോസിറ്റിവിറ്റി. അവിടെയൊക്കെ നമുക്ക് എന്താ നൽകുന്നത്? സന്തോഷം. നമ്മുടെ ലൈഫിലെ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ലൈഫിനെ നമ്മൾ ആ രൂപത്തിൽ കാണണം. അപ്പൊ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ നമ്മളെല്ലാ ആളുകളുടെയും വാക്കുകൾ എങ്ങനെയാണെന്നറിയോ? എന്തോ ഒരു കൊത്തിപ്പറിക്കുന്ന തലവേദന, അത് നെഗറ്റിവിറ്റിയാ. തലവേദന ഉണ്ട്, ശരിയാ. പക്ഷെ കുത്തിപ്പറിക്കുന്ന തലവേദന എന്ന് പറയുമ്പോൾ അതിന്റെ ഡെപ്തും വ്യാപ്തിയും കൂട്ടാ ചെയ്യുന്നത് നമ്മള്. തലവേദന മാറിയാല് നമ്മൾ എന്താ പറയാ, ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്, കുറച്ച് ആശ്വാസം. അപ്പൊ കുറഞ്ഞത് മാറിയാൽ കുറഞ്ഞത് വരുമ്പോ ഭയങ്കര കൂടുതൽ നമ്മുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പകരം ആ വാക്കുകളെ നമ്മൾ മാറ്റുമ്പോ നമ്മുടെ ഫീലിങ്സ് മാറും. മനസ്സിലായില്ലേ? നമ്മുടെ ഫീലിങ്സ് മാറും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അടിക്കടി പ്രശ്നങ്ങൾ തന്നെ. അങ്ങനെ പറയുന്ന ആൾക്ക് പിന്നെയും പ്രശ്നങ്ങൾ തന്നെ വരിക. അത് ഒരു എന്താ പറയാ, അത് ഒരു നാച്ചുറൽ ലോയാ. പകരം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതിനിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് അനുഗ്രഹങ്ങളിലേക്കാണ്. ആ അനുഗ്രഹങ്ങളാണ് നമുക്ക് തിരിച്ച് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുന്നത്.
അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് പോസിറ്റിവിറ്റിയാണ്. ഈ ലോകത്ത് എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒരാളുടെയും ഉള്ളു ചൂഴ്ന്ന് അന്വേഷിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ഉള്ളു ചൂഴ്ന്ന് അന്വേഷിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാള് നമ്മളുടെ ബാഹ്യതയിൽ നമുക്കൊരു നന്മ തോന്നിയ നന്മ ബാക്കി അള്ളാഹ്ക്ക് വിടുക, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അനാവശ്യമായ കാര്യത്തിൽ നമ്മൾ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. അതെന്തേ മുഅ്മിന്റെ കാര്യം അത്ഭുതം? ആ മുഅ്മിൻ എന്ത് ചെയ്താലും അതിൽ പ്രതിഫലമുണ്ട് എന്നാണ്. എന്തിനും അവർക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോ നമ്മളെ പടച്ചവൻ പടച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആണല്ലോ. നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആണല്ലോ. അവിടെ വ്യത്യാസം നോക്കണേ. ഞാൻ നിർത്താൻ പോവാണേ. ഒന്ന്, നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അള്ളാഹു പടച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ശ്രദ്ധിക്കണേ, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ പോസിറ്റീവായ നീയത്തുണ്ടെങ്കിൽ ആ പ്രവൃത്തികളൊക്കെ ഇബാദത്തായി, അതൊക്കെ നമുക്ക് സന്തോഷവും നൽകി. ഇവിടെയാണ് ഇബാദത്തും സന്തോഷവും ഒത്തൊരുമിച്ച് വന്ന് ജീവിതം മനോഹരമാകുന്നത്. Am I correct? This is what is known as Islamic positive psychology. ഇതാണത്. അതുകൊണ്ട് എപ്പോഴും നന്മകൾ മാത്രം ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദുനിയാവിലുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം നൽകുമെന്ന്. അപ്പൊ കരുണയാണ് നമ്മുടെ ഒന്നാമത്തെ മുഖമുദ്ര. രണ്ടാമത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അധികരിച്ച് നൽകുമെന്ന്. ഉദാഹരണത്തിന്, എനിക്ക് ഒരു വീടുണ്ട്, ഒരു കാറുണ്ട്, പക്ഷെ എനിക്കൊരു കുട്ടിയില്ല. ശ്രദ്ധിക്കണേ, എനിക്കൊരു വീടുണ്ട്, വണ്ടിയുണ്ട്, പക്ഷെ എനിക്കൊരു മകനില്ല. അപ്പൊ എല്ലായ്പ്പോഴും എന്റെ ചിന്ത എന്തുമാത്രം? മകനില്ല. പകരം അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്, കിട്ടിയതിൽ ശുക്ർ ചെയ്യൂ, അപ്പൊ നമുക്ക് അധികരിച്ച് കിട്ടുമെന്നാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എനിക്കൊരു വീട് തന്ന, അൽഹംദുലില്ലാഹ് എനിക്കൊരു വണ്ടി നൽകിയ, അൽഹംദുലില്ലാഹ് എനിക്ക് ഇത്രയൊക്കെ നൽകിയ അള്ളാഹുവേ, എനിക്കൊരു മകനെ കൂടി തന്നാൽ എന്റെ സന്തോഷം വർദ്ധിക്കും. ഇതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ. ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ വേണ്ടത്, ഇങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകേണ്ടത്. ഇല്ലാത്തത് മാത്രം പരാതി പറയാൻ മാത്രം പഠിച്ചോനല്ല, പരാതി പറച്ചിൽ മാത്രല്ല. അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ പറയേണ്ടത് എന്താ? അള്ളാഹു നൽകിയതിന് ആദ്യം നന്ദി പറയും, ശുക്ർ. അപ്പം തന്നെ നമ്മുടെ മനസ്സ് പോസിറ്റീവായി ഡോപ്പമൈനുകളും ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കപ്പെട്ടു. ഒരു സെല്ലുകളൊക്കെ ഒന്ന് ഉണർന്നു, ആക്റ്റീവായി, ഐ ആം സംതിങ് എന്ന ഫീല് വന്നു, അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ഫീല് വന്നു. കറക്റ്റ് സർ. അങ്ങനെ എപ്പോഴും വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി, നന്മകൾ മാത്രം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട്, ആരുടെയും കുറ്റവും കുറവൊന്നും പറയാതെ, എല്ലാവരിലും നന്മ മാത്രം ആഗ്രഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ സ്പീക്കറിന്റെയും ഷൈനോന്റെയും നമ്മുടെ എല്ലാ ടീമിനെയും ഉൾപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മള് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയത് എന്ത്, ഇന്ന് ഞാൻ ഇതിൽ നിന്ന് ടേക്ക് അവേ ചെയ്യുന്നത് എന്ത്, എന്താ ഞാൻ കൊണ്ടുപോകുന്നത് എന്നത് നിങ്ങൾ പഠിച്ച ഒരു പാഠം. നമുക്കൊരു കാര്യം അറിയാം, പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയില്ല എന്നാണ്. അറിയുന്നത് ചെയ്യണം. അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി, ജീവിതത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, ജസ്റ്റ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പങ്കുവെക്കാം. മാത്രമല്ല, ഇനിയുള്ള 10 ദിവസവും നിങ്ങൾ പരമാവധി ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ സാധാരണ വായനയിലും പ്രസംഗത്തിലും ഇതിലൊന്നും കേൾക്കാത്ത, നമ്മുടെ ലൈഫിനെ ഒന്ന് സംസ്കരിക്കുന്ന, ഏതൊരാൾക്കും കൊണ്ടുപോകാൻ പറ്റുന്ന സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും
എന്താ പറയാ പരമാവധി പങ്കെടുക്കുക. എല്ലാ ദിവസവും പങ്കെടുക്കുന്ന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾ. ആത്തിക ബീഗം എന്തോ ചോദിക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്, നമ്മൾ തുടക്കത്തിലുള്ള 99-100 ആളുകൾ ഇപ്പോഴും ഉണ്ട്. മാഷാ അല്ലാഹ്, പ്രതീക്ഷകളാണ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യെസ്, മാഷാ അല്ലാഹ്, യെസ്, ഗുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്തി. ഗുഡ്. ആരെങ്കിലും എന്തോ ഒരു ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല എനിക്ക്. വോയിസ് ആയിട്ട് ചോദിച്ചോളൂ. മുന്നൊരാൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സർ. നമ്മളിപ്പം ഒരു അമല് ചെയ്ത് ആ അമല് ചെയ്യുന്ന സമയത്ത് നിയത്തില്ല, പക്ഷെ അതിന്റെ ഇടക്ക് നിയത്ത് വെച്ചാൽ അതിന് പ്രതിഫലം. തീർച്ചയായും തീർച്ചയായും കിട്ടും. അത്രക്കും സിമ്പിളാ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം എന്താ പറയാ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് ഓർമ്മ വന്നത്, നമ്മൾ നിയത്ത് വെക്കുന്നു, അതിന് പ്രതിഫലം അള്ളാഹ് നമുക്ക് തരും. അറിയാതെ അവർ നമ്മോട് തട്ടിപ്പോയാൽ അവർ വേഗം പെട്ടെന്ന് സോറി പറയും. അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ പെട്ടെന്ന് അവർ കുരിശൊക്കെ വരയ്ക്കും. അതിനുള്ളിലെ ഫീലിംഗാ അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ശരിക്കും അത് ഇസ്ലാം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു സോറി പറയാ, അല്ലെങ്കിൽ ഒരു താങ്ക് യു, നന്ദി പറയാ, അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറയാ, എപ്പോഴും ഉണ്ടാവണം. പിന്നെ ദിക്റുകൾ, കുറെ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിലെല്ലാം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ഇനിയും നമുക്ക് ഇനിയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പൊ എനിവേ എല്ലാവരും പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക, നന്മകൾ നേരുന്നു. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പം നിങ്ങൾക്ക് പോകാം. ചില ആളുകൾ കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ.